ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തിരുമേനി പറഞ്ഞ സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു തിരിച്ചു പറയണമെന്ന്. അപ്പോൾ ഇനി ഞാൻ പറയണേ, ഇപ്പം ഇന്ന് ഈ ദിവസം ധ്യാനിക്കാൻ വേണ്ടി ഒരു വിഷയം ആലോചിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ച ഒരു വിഷയം, നന്മ ക്രിസ്തീയ വീക്ഷണത്തിൽ അഥവാ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ നന്മയുള്ളവരായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 48 ആണ് മനസ്സിലേക്ക് വന്നത്. ആകയാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുമേ. അതായത് വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവമക്കളായിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം. കർത്താവിനെ പോലെ സൽഗുണപൂർണരായി നമ്മളും ഇരിക്കണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ആരിലും ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കർത്താവ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പഠിപ്പിച്ചത് സ്നേഹമാണ്. സെൽഫ് സ്നേഹം, കുടുംബത്തിലുള്ള സ്നേഹം, കുഞ്ഞുങ്ങളിലുള്ള സ്നേഹം, അങ്ങനെയുള്ള നമ്മുടെ ഭവനത്തിൽ നിന്നും തുടങ്ങി സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സ്നേഹം, അത് ബേസിക്കായിട്ട് ഒരു ക്വാളിറ്റി ആയിട്ട് ക്രിസ്ത്യൻസിന് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനകത്ത് ഒരു ഡൗട്ടോ ഒരു ക്വസ്റ്റ്യനോ ഇല്ല. ആ സ്നേഹത്തിൽ ആഴ്ത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ നന്മയിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പം നമ്മൾ ക്രിസ്ത്യാനിയായി, നന്മയുള്ളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് ചാരിറ്റി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. സത്യമായത് ചെയ്യുക, കരുണയുള്ളവരായിരിക്കുക, ക്ഷമ ഉള്ള മനസ്സുള്ളവരായിരിക്കുക, അന്യൻ്റെ വേദനയിൽ പോയി അവനെ സമാധാനിപ്പിക്കുന്ന പോലെ അവന് തോന്നിയിട്ട് സൈലൻ്റായിട്ട് അപ്പുറത്ത് മാറി സന്തോഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക. പിന്നെ പരസ്പരം പഴിചാരാതിരിക്കുക. ഇതൊക്കെ ചാരിറ്റിയുടെ ഒരു ഭാഗം, നന്മയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നന്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ എല്ലാവരും സഹായിക്കുക, ചാരിറ്റി ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടി വരേണ്ടത്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ നന്മ ഒരു ചാരിറ്റിയിൽ തീരുന്നതല്ല. പല വേറെ ഇതിനേക്കാൾ അധികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലോടി വന്ന കുറച്ച് വാക്കുകൾ കൊണ്ട് ആ നന്മയെ ഒന്ന് ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്രയും കാര്യങ്ങൾ എടുത്തത്. ഈ പഴിചാരുക എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും തൊട്ട് തുടങ്ങിയ കാര്യമാണ്. അതായത് ആദാം ഹവ്വയെ പഴിചാരി, ഹവ്വ പാമ്പിനെ പഴിചാരി, അങ്ങനെ പഴിചാരൽ ഇന്നും തുടർന്ന് പോരും. നമ്മളാരും പഴിചാരത്തില്ല. വല്ല ഉഗാണ്ടയിൽ ജീവിക്കുന്നവരൊക്കെ പഴിചാരുമായിരിക്കും. നമ്മളെല്ലാവരും നല്ല മനുഷ്യരായിട്ട് പഴിചാരാതെ ജീവിക്കുന്നു. പക്ഷേ പഴിചാരാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ്റെ അനദർ ബേസിക് കാര്യമാണ്. അതായത് നമ്മൾ തെറ്റ് ചെയ്തു പോകും, മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവണതകളും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടാതെ നമ്മൾ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളത് ഒരു നന്മയുള്ളൊരു ക്രിസ്ത്യാനിക്ക് വേണ്ടുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ നന്മ നിറഞ്ഞ് നമ്മൾ ജീവിക്കണമെങ്കിൽ സ്വയം പരിശോധന നടത്തണം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പേ നമ്മളെ സ്വയമായിട്ട് പരിശോധിക്കണം. അഹം ചെക്ക് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വർഷത്തിൽ 2 പ്രാവശ്യം ജനറൽ ബോഡിയിൽ അല്ലെങ്കിൽ കൂടാൻ വന്നിട്ടുള്ള കുമ്പസാരമല്ല. ദിവസേന നമ്മൾ കർത്താവിന് മുമ്പിൽ കുമ്പസാരിക്കേണ്ടവരാണ്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ കർത്താവുമായിട്ട് നമ്മൾ ടോക്ക് ചെയ്യണം. എല്ലാ ദിവസവും തന്നെ നമ്മൾ, അല്ലെങ്കിൽ എല്ലാ നിമിഷവും തന്നെ നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകുന്നവരായിരിക്കണം നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി നന്മയുള്ളവനായിരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ആത്മശോധന ചെയ്ത് ജീവിക്കുന്നവനായിരിക്കണം. പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. മജോറിറ്റി കൈയടിച്ചു അല്ലെങ്കിൽ മജോറിറ്റി പറഞ്ഞു, അപ്പം ഞാനും എന്നാൽ കൈയടിച്ചേക്കാം. അങ്ങനെയുള്ളൊരു സ്വഭാവം ക്രിസ്ത്യാനിക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു നന്മയുള്ളൊരു ക്രിസ്ത്യാനി 10 പേര് പോയിരിക്കുമ്പോൾ 8 പേര് പറഞ്ഞു, പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിൽ 9ാമതിരിക്കുന്ന ഞാനും കൂടെ കൈയടിക്കാം എന്ന് വിചാരിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു നന്മയുള്ള ക്രിസ്ത്യാനിയായി നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ ഒരിക്കലും അന്യായത്തിന് കൈയടിക്കുന്നവരായിരിക്കരുത്. അത് ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇത് പ്രസംഗമല്ല, ഇതൊരു ഷെയറിംഗ് ആണ്. അതായത് ദൈവവചന ഷെയറിംഗ് ആണ്. അത് എന്നെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യമായിട്ടാണ് ഞാനിവിടെ നിന്നിത് സംസാരിക്കുന്നത്. പിന്നെ അന്യൻ്റെ വീഴ്ചകളിൽ, അതായത് നമ്മൾ ചില മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു കളയും. പക്ഷേ അതേ കാര്യം തന്നെ അപ്പുറത്ത് പോയിട്ട് അറിയാവോ അവിടെ എന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ രഹസ്യത്തിന് ചെവി കൊടുക്കാതിരിക്കുക. ആരെങ്കിലും വന്ന് നിങ്ങളോട്, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന നിങ്ങളോട് ആരെങ്കിലും വന്ന് ആരോടും പറയരുതെന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കഴിവതും ചെവി കൊടുക്കാതിരിക്കുക.
കാരണം ഒരു ചൊല്ലുണ്ട്, സത്യം ചെരുപ്പിട്ട് വരുമ്പം കള്ളം 100 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമെന്ന്. നിങ്ങളെക്കുറിച്ചൊരു കള്ളം അപ്പം 100 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അന്യൻ്റെ രഹസ്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, 2 ചെവിയും ഉള്ളവനായിട്ട് നരകത്തിലേക്ക് നിങ്ങൾക്ക് പോകണോ അതോ ഒരു ചെവി ഉള്ളവനായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം. നിങ്ങൾ ഈ കണ്ണുകൊണ്ട് എന്ത് കാണുന്നു, നിങ്ങൾ ഈ ചെവി കൊണ്ട് എന്ത് കാണുന്നു, അല്ലെ നമ്മൾ ഈ കണ്ണുകൊണ്ട് എന്ത് കാണുന്നു, നമ്മൾ ഈ ചെവി കൊണ്ട് എന്ത് കേൾക്കുന്നു. ഇതുകൊണ്ട് മറ്റുള്ളവന് ഉപകാരം ഉള്ളതാണോ ഉപദ്രവമുള്ളതാണോ ചെയ്യുന്നത്. എന്നിട്ട് ഈ മുഴുവൻ അവയവം കൊണ്ട് നരകത്തിലേക്ക് പോകണോ അതോ ഹാഫായിട്ടുള്ള ബോഡി ആയിട്ടാണെങ്കിലും മതി ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ ഒരു ഓപ്ഷനാണ്. നമുക്കത് തിരഞ്ഞെടുക്കാം. അപ്പം വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, നന്മയുള്ള ക്രിസ്ത്യാനി ആയിരിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം മിതത്വം പാലിക്കണം. അതായത് രഹസ്യങ്ങൾ കേൾക്കാനും ആരോടും പറയില്ലെന്ന് പറയുന്ന രഹസ്യം കേൾക്കാൻ നിൽക്കാതിരിക്കുക. ആരോടും പറയാനുള്ള രഹസ്യം പറയാൻ വരുമ്പോൾ എനിക്കിത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ള ധൈര്യം കാണിക്കണം. പിന്നെ കളങ്കമുള്ള മനസ്സോടുകൂടി ജീവിക്കുന്നവരെ നിന്ന് ക്രിസ്ത്യാനികൾ അകന്നിരിക്കണം. അതായത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നന്മയുള്ള ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരുവരിൽ നിന്നും മാത്രമേ നന്മയുള്ള ഒരു വചനങ്ങൾ, നന്മയുള്ള പ്രവൃത്തികൾ വരുള്ളൂ. നീ എത്ര കൊണ്ടെന്ന് അനാഥാലയത്തിൽ കൊടുത്തിട്ടും കാര്യമില്ല, അല്ല ഞാൻ എത്ര കൊണ്ടെന്ന് പാവങ്ങളുടെ കാല് കഴിയിട്ടും കാര്യമില്ല. മനസ്സിൽ മുഴുവൻ കളങ്കവും ദുഷ്ടതയോ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ട് കണക്കിടപ്പെടത്തില്ല കർത്താവിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് സ്വന്തമായി രക്ഷിക്കപ്പെടുക, എന്നിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുക. സ്വന്തമായിട്ട് രക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏരിയകളുണ്ടോ? രക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ മാമോദീസായിൽ കൂടെ നമ്മൾ രക്ഷ പ്രാപിച്ച് കർത്താവിൻ്റെ മക്കളും മകനും മകളുമായി മാറി. കർത്താവിൻ്റെ തിരിച്ചറിയ രക്തങ്ങളെല്ലാം നമ്മൾ ഓരോ സെല്ലിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് എല്ലാ സെല്ലിലേക്കും പോകുമല്ലേ? ബയോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം. എല്ലാ നമ്മുടെ മോളിക്യൂൾസും സെല്ലും എല്ലാ ബോഡി പാർട്സിലേക്കും പോകും. അപ്പോൾ കർത്താവിൻ്റെ തിരിച്ചറിയ രക്തങ്ങൾ അനുഭവിച്ച് നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറി. അതുപോലെ തന്നെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് മനസ്സിലേറ്റുപറഞ്ഞ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കളായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി വേറെ മാർഗങ്ങളൊന്നും വേണ്ട. പക്ഷേ എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട് നിന്ന മനുഷ്യർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അവനോട് തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം സ്വയമായിട്ട് രക്ഷിക്കപ്പെടണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഈ കുട്ടികളോട്, ചിൽഡ്രനോട് ചോദിക്കാനുണ്ട്. ഹൂ ബോട്ട് ദ പാരലൈസ്ഡ് മാൻ ടു ജീസസ്? ഹൂ ബോട്ട് ദ പാരലൈസ്ഡ് മാൻ ടു ജീസസ്? ഹിസ് ഫ്രണ്ട്സ്, റൈറ്റ്? ഹിസ് ഫ്രണ്ട്സ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് കൊണ്ടുവന്നു. ഫെയ്ത്തിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒരു പക്ഷേ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. പാരലൈസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ അവരെന്ത് വെർബലൈസ് ചെയ്യുന്നു, ചിലപ്പോൾ അവർ പറയുന്ന ആശയം പുറത്ത് പറയാൻ പറ്റുന്നുണ്ടോ, അവരുടെ മനസ്സിലിരിക്കുന്നത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അവരെന്തെങ്കിലും ചിലർ സെമി പാരലൈസ്ഡ് ആയിരിക്കും, ചിലർ ഹോൾ ബോഡി പാരലൈസ്ഡ് ആയിരിക്കും. അപ്പം ഇതിനു മുമ്പുള്ള കോൺവെർസേഷൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഈ പാരലൈസ്ഡ് മാനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കണം, അവരുടെ ഫെയ്ത്ത്, ഓഫ് കോഴ്സ് അവരുടെ ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഓൾസോ അവരുടെ ആ മനുഷ്യനോടുള്ളൊരു സ്നേഹം. ഞങ്ങളറിഞ്ഞു യേശു എന്നൊരാൾ സൗഖ്യം കൊടുക്കുന്നു, ഞങ്ങളറിഞ്ഞു ആ മലയിൽ അവൻ ആ സൗഖ്യം നടത്തുന്നു, ഞങ്ങളറിഞ്ഞു അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞങ്ങളറിഞ്ഞ ആ സ്നേഹം ഇവനും അറിയണം. ഇവിടെ ഈ വയ്യാതെ കട്ടിൽ കിടക്കുന്ന ഇവനും അറിയണം, ഇവനും അത് കണ്ട് മനസ്സിലാക്കണം. അതായിരുന്നു അവരുടെ സ്നേഹം. അതാണ് ക്രിസ്ത്യൻ നന്മ. അപ്പോൾ ഫെയ്ത്ത് ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് അവരവിടെ വന്നത്. പക്ഷേ നമ്മളറിഞ്ഞ കാര്യങ്ങൾ, നമ്മളറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹം ഈ ലോകത്ത് നമ്മൾ പറയാനും കാണിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം കുട്ടികളോട് പിന്നെയും ചോദിച്ചാൽ, when you go to the classroom, it's very difficult to spread the gospel of God, right? It's very difficult in this country, I know. എനിക്ക് 2 പിള്ളേരുള്ളതുകൊണ്ട് എനിക്കറിയാം, സ്കൂളിൽ ചെന്നിട്ട് കർത്താവിനെ വചനങ്ങൾ പ്രഘോഷിക്കാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല. But you can do one thing. You can show a life which inspires other people, who can tell, look that man or look that boy who is a true Christian. അല്ലേ? ഇൻസ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻസ്പയർ ചെയ്ത് കാണിക്കാൻ പറ്റും. ഈ മനുഷ്യർ കണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം, അല്ലെ ജീസസ് എന്ന് പറയുന്ന ഒരാൾ, ആ ആൾ സൗഖ്യം കൊടുക്കുന്നവനുണ്ട് എന്ന് കണ്ടപ്പോൾ അവരുടെ ഫ്രണ്ടിനെയും കൂടെ നമ്മളറിഞ്ഞ സ്നേഹം നമ്മൾ മറ്റുള്ളവരും കൂടെ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പം നമുക്കിവിടെ ഗോസ്പൽ സ്പ്രെഡ് ചെയ്ത് നടക്കാൻ വഴിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ വെക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിൻ്റെ ലോ എങ്ങനെ ആയതുകൊണ്ടെന്നുണ്ടായാലും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനിയൊരു എൻ്റെ ലൈഫിൽ തന്നെ സംഭവിച്ചൊരു കാര്യം പറയുമ്പോൾ ഞാനിവിടെ സെയിൻറ്റ് ജിൻസി ആയിട്ടൊരു ഫോട്ടോ വെക്കാമെന്നോർത്ത് പറയുന്നതല്ല, സെൽഫായിട്ടൊരു റെസ്പെക്റ്റും സന്തോഷവും തോന്നിയത് ഒരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ വർക്ക് പ്ലേസിൽ ഇരുന്നപ്പം എൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ എൻ്റെ മാനേജർ അവിടെ വന്നിരുന്നു. അപ്പം ഇവരെല്ലാവരും കൂടെ ക്രിസ്മസ് സമയത്ത് അവർ എന്തോ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നടക്കുന്നത്, ഒരു അഡൽട്ട് ടോക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പം ഇവർ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു സ്വേ വേർഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്ന സ്വേ വേർഡ് ഉണ്ട്, കുഞ്ഞുങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ അത് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ് നിർത്തിക്കണം, അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇവരങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവിടെ ഇരുന്നൊരു വലിയ കോൺവെർസേഷൻ നടന്നപ്പോൾ ഉടനെ തന്നെ എൻ്റെ മാനേജർ പെട്ടെന്ന് എല്ലാവരോടും സ്റ്റോപ്പ് ജിൻസി ഈസ് ഹിയർ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും മിണ്ടാതെ കോൺവെർസേഷനിൽ ഉൾപ്പെടാതെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ പുള്ളിയുടെ മൊബൈലിൽ എന്തോ ഒരു ഇമേജ് എടുത്ത് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പുള്ളിക്കാരത്തെ അടുത്തിരുന്ന ആളെ ഈ ഇമേജ് കാണിച്ചിട്ട് ചോദിച്ചു, ഈസ് ദിസ് അപ്രോപ്രിയേറ്റ് ടു ഷോ ടു ജിൻസി എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, നോ, ഷീ വോണ്ട് ടോളറേറ്റ് ഇറ്റ്. ഞാൻ അപ്പോഴേ പറയും, എനിക്കിത് കാണണ്ട, ഐ എം എ ക്രിസ്ത്യൻ, ഐ ഡോണ്ട് സീ സച്ച് കൈൻഡ് ഓഫ് ഇമേജ് എന്ന് ഞാൻ പറയും, എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അപ്പം അന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറഞ്ഞാൽ അവരുടനെ തന്നെ ആ കോൺവെർസേഷൻ നിർത്തി. ആ സമയത്ത് എനിക്ക് സത്യത്തിൽ പറഞ്ഞൊരു ക്രിസ്ത്യൻ ആണല്ലോ എന്നുള്ളതിൽ ഞാൻ പ്രൗഡായി. എനിക്ക് സെൽഫായിട്ടില്ല ഒരു സ്നേഹം തോന്നി എന്നോട് തന്നെ. ഞാനത് കാണിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ ആ ഒരു കോൺവെർസേഷൻ അവിടെ നിർത്തിയത്, അല്ലെങ്കിൽ അവർക്ക് ആ ഇമേജ് അവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയെന്ന് ഓർത്തിട്ട് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നി. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു സമയമുണ്ട്. അതായത് ബസ്സിലിരുന്നൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോകുമ്പോൾ നമ്മൾ 3 ക്രോസ് വരയ്ക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ ഏറുകണ്ടിട്ട് നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്. കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പോലെ വരയ്ക്കാം എന്നൊക്കെ വിചാരിച്ച് ചെയ്ത സമയങ്ങളും ഉണ്ട്. ആ സമയമാണ് ഞാൻ ഓർത്തത്, മറ്റേ നമ്മുടെ പുള്ളിക്കാരൻ്റെ പേരെന്താ മറന്നുപോയല്ലോ, സ്പേസിൽ പോയി, ബുഷ് വിൽമോർ എഴുതി വെച്ചിട്ടുണ്ടോന്ന് എവിടെയാണെന്നറിയില്ല. പക്ഷെ എന്തായാലും ആ മനുഷ്യൻ ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്ന കേട്ടപ്പോൾ ഒരു നാണം എനിക്ക് തോന്നി. അത്രയും നാളും ബസ്സിലിരുന്ന് 10-20 പേരല്ല 15 പേര് കാണുമല്ലോ, ഞാൻ ക്രോസ് വരയ്ക്കുമ്പോൾ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് നാണം കെട്ട ഞാൻ. ആ ആൾക്കറിയാലോ ഹോൾ മീഡിയ അറ്റൻഷൻ അങ്ങോട്ട് വരാൻ പോവുക, സ്പേസിലേക്ക് അവർ വരുന്ന വഴിക്ക് വരാൻ പോവുക. അയാളുടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണേൽ പറയാതിരിക്കാം, പിന്നെന്താ ഞങ്ങൾ കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയാം, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയാം. അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിച്ചു, അല്ലേ? ഇപ്പോൾ ലോകം മൊത്തം അറിയുന്ന മീഡിയയിൽ ആ മനുഷ്യനത് പ്രഘോഷിക്കാനായിട്ട് നാണമില്ലെങ്കിൽ, ഈ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ചകളിൽ മുഴുവൻ പള്ളിയിലും വന്ന് കുമ്പമിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് നാണിക്കേണ്ട വരുന്നത്? അതുകൊണ്ട് അതിന് ശേഷം ഞാനിപ്പം നാണിക്കാറില്ല. നമ്മൾ തെറ്റുകളിൽ നിന്ന് പഠിച്ചാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അതുകൊണ്ട് ഇപ്പം നാണിക്കാറില്ല. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനായിട്ട്, ഇൻ ലോർഡ്സ് പ്രേയർ, forgive all trespasses as we forgive those who trespassed against us, right? ഈ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എഗെയിൻ നമ്മൾ അഡൽട്ട്സിന് ട്രസ്പാസ് ഒന്നുമില്ല, മറ്റേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നുമില്ല, സ്പെഷ്യലി നമ്മൾ ഉഗാണ്ടയിലുള്ള മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെയുള്ളവർ നല്ലവരായതുകൊണ്ടില്ല. പക്ഷെ കുട്ടികളോട് ചോദിക്കുക, എന്ത് കൈൻഡ് ഓഫ് ട്രസ്പാസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? യു ഡോണ്ട് കിൽ, റൈറ്റ്? യു ഡോണ്ട് ഡു റോബറി. വാട്ട് സോർട്ട് ഓഫ് ട്രസ്പാസ് യു ഗൈസ് ഡു? എന്തിനാ ഇത് മീനിങ് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? അതോ എല്ലാവരും മമ്മിയും പപ്പയും വഴക്ക് പറയുന്ന ഓർത്തിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അതായത് നമ്മൾ ചെറിയൊരു 2-3 എക്സാമ്പിളായിട്ട് പറയാം. അതായത് മമ്മിയും പപ്പയും എന്താ പറയുക, ഹീറ്റഡ് കോൺവെർസേഷനൊക്കെ കഴിഞ്ഞിട്ടവിടെ ദേഷ്യം വന്ന് മമ്മി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് അവിടെ നിൽക്കുക. അപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന അമ്മമാർ ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോൾ ചെയ്യുന്നില്ല പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ളതുകൊണ്ട് എനിക്കറിയാം, വയറെരിച്ചിൽ, ഹാർട്ട് ബേൺ, തലവേദന, ഛർദ്ദിക്കാൻ വരെ, മസിൽ പെയിൻ, ഇതെല്ലാം വരും നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോഴായിരിക്കും മോർഗേജിൻ്റെ പൈസ ഇങ്ങനെ പറഞ്ഞിട്ട് കലി കയറി നിൽക്കുമ്പോൾ മാമ്മി എന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ ഒരു കൊച്ചു സ്ലാപ്പ് ഇങ്ങനെ, ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചൈൽഡ് അബ്യൂസിന് ഞാൻ ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. ചൈൽഡ് അബ്യൂസോ പിള്ളേരുടെ മനസ്സോ ശരീരമോ അബ്യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും. പക്ഷേ അങ്ങനെ ഒരു ചെറിയ സ്ലാപ്പ് തോന്നാണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു കാര്യം എന്താണെന്ന് പറയുക, ദേ വോണ്ട് ഓൾ ദ റീസണിങ്. എന്തിനാ എന്നെ ചെയ്തത്, എന്തിനാ എന്നെ അടിച്ച്, മമ്മി വൈ ഡിഡ് യു സ്ലാപ്പ് മീ നൗ, ഐ വാണ്ട് ആൻ ആൻസർ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ യു നെവർ തിങ്ക് അബൌട്ട് വാട്ട് ദേ വർ ഗോയിങ് ത്രൂ. ലൈക്ക് നിങ്ങളുടെ പേരൻസ് എന്തായിരിക്കും ഗോ ത്രൂ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ലേ? എവറിത്തിങ് യു ഗൈസ് നീഡ് റീസണിങ്, റൈറ്റ്? അപ്പം അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കില്ല ഇതൊരു ട്രസ്പാസ് ആണ്. പക്ഷെ അവരുടെ ഈ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ്, വാട്ട് യു ക്യാൻ ഡു ഈസ് ലൈക്ക്
go away from them, give her some time, let her relax and think. അന്ന് കുറച്ച് കഴിയുമ്പോൾ ആ മമ്മിയോട് വന്നിട്ട് പറയുക, മമ്മി യു ലുക്ക് സോ ഫ്രസ്ട്രേറ്റഡ് ആൻഗ്രി എയർലി, ഐ എം സോ സോറി മമ്മി എന്ന് പറഞ്ഞാൽ ആ അമ്മ ആ സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് അറിയോ? നിങ്ങളിങ്ങനെ ഒരു സ്ലാപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഓളം അവരുടെ മനസ്സിൽ എന്തായിരിക്കും ഒരു അമ്മയുടെ മനസ്സിൽ ചിന്തിക്കുന്നത്? പാവം എൻ്റെ കൊച്ച്, അവരിങ്ങോട്ടൊരു ചോദിച്ചുകൊണ്ട് വന്ന് ഉടനെ ഞാൻ തല്ലി, പാവം എൻ്റെ മോൾ അവിടെ തല്ലുണ്ടായിരുന്നു. ഇതാണ് ഒരു അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മേ ബി യു ഗൈസ് ആർ നോട്ട് തിങ്കിങ് അബൌട്ട്, യു ഡോണ്ട് നോ വാട്ട് ഷി വാസ് ഗോയിങ് ത്രൂ. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിറ്റുവേഷൻ ഗീവ് ഹർ സം ടൈം. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ് സ്കൂളിൽ നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന പോലെ കുറേ, എനിക്കറിയാം ഇവിടുത്തെ സ്കൂളുകളിൽ പലതരത്തിലുള്ള ബുള്ളിങ് ഉണ്ട്. എൻ്റെ പിള്ളേരെ കൂടെ പഠിച്ചുകൊണ്ട് എനിക്കറിയാം ഒരു വൺ വേ ഓഫ് റിലീജിയസ് ബുള്ളിങ്ങും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ പേരൻസിന് അറിയാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇവരെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഒത്തിരി ബുള്ളി ചെയ്യാറുണ്ട് ഇവരുടെ ക്ലാസ്സിൽ, ഇവരുടെ സ്കൂളിൽ പല കുട്ടികളെയും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. പിന്നെ ഇവരിൽ എൻ്റെ എടുക്കുന്നതിനെ കുറിച്ച് ഇവരെ ചിലപ്പോൾ ചോദിച്ചിട്ട് ഇവരെ ഹരാസ് ചെയ്യാറുണ്ട്. പല രീതിയിൽ ഇവരെ ക്ലാസ് റൂമിലൊക്കെ ഹരാസ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ നിങ്ങളോട് ഇത് എല്ലാവരും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലരതിപ്പോൾ പോട്ടെ എന്ന് വെച്ചിട്ട് കളയും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ആൻസർ കിട്ടാതെ വരുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ കിട്ടാതെ വരുമ്പോഴാണ് അവർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ പോയിട്ടൊന്നും കാര്യമില്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ ഇതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. എൻ്റെ മോളോട് ഇങ്ങനെ പറഞ്ഞാൽ ജീസസ് ഇസ് ജസ്റ്റ് ഓൺലി കോപ്പിംഗ് മെക്കാനിസം എന്ന്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പം അങ്ങനെ പറഞ്ഞു, ആ കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കും, ഈ പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലും പറയുന്ന ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അതിൻ്റെ ഒരു കാര്യം പറയാം. ഇഫ് യു കാൺട്ട് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്, ഇഫ് യു തിങ്ക് ദാറ്റ് സമ്മൺ ഈസ് ടോക്കിംഗ് അഗെയിൻസ്റ്റ് ജീസസ്, please don't be within that group. Just leave. If you can't clarify all the questions, just leave. നമ്മുടെ യേശുവിനെ തള്ളിപ്പറയുന്ന ഗ്രൂപ്പ് നമുക്ക് വേണ്ട. നമ്മുടെ യേശുവിനെ കുറ്റം പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു നമുക്ക് അങ്ങനെയുള്ള കൊളീഗ്സ് നമുക്ക് വേണ്ട. അത് നിങ്ങളുടെ കയ്യിലാണ് ഡിസിഷൻ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ചോദിക്കാം, നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കാം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ, അല്ലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം അവരങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ആൻസർ എന്താ. ഇഫ് യു കാൺട്ട് ഫൈൻഡ് എനി ആൻസർ, don't spare your time to be with them. It's going to be useless. നിങ്ങളുടെ ലൈഫിലെ 10 hours or 2 hours or 3 hours you're just going to argue with someone who's not going to understand who is Jesus. പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ജീസസ് ആരാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സംസാരം കൊണ്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ certain things in religious it's very hard to explain. അപ്പം നമുക്ക് നമ്മുടെ യേശുവിനെ കുറിച്ച് എതിര് പറയുന്ന ഗ്രൂപ്പിൽ പോകാതിരിക്കാം. ഓൾസോ another important thing, അവരോട് forgive ചെയ്യാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. ആൻറ്റി പറയാണ്, എനിക്ക് 48 years ആയി, ഈ വർഷത്തിൻ്റെ ഈ ഇത്രയും കാലം ജീവിച്ച ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഫോർഗിവ്നെസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ ടു സക്സീഡ് ആസ് എ ക്രിസ്ത്യൻ. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഞാനൊന്നും നേടിയിട്ടില്ല, എന്തെങ്കിലും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ഫോർഗീവ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതലാണ്. ആൾക്കാരോട് നമ്മളോട് എത്ര റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദേ ഹാവ് ഡൺ ടു യു, എന്ത് ആൾക്കാർ ചെയ്തു എന്നുള്ളതല്ല. ഓൾസോ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ പോയിന്റ് ഞാൻ ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ പോകുന്നില്ല. എൻ്റെ പോയിന്റ് ഞാൻ ക്ലിയർ ചെയ്യും. അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ എൻ്റെ പോയിന്റ് കറക്റ്റ് അല്ലായിരിക്കാം, മറ്റുള്ളവരുടെ പോയിന്റ് ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. പക്ഷേ ആ പോയിന്റ് ക്ലിയർ ചെയ്ത് അവർ പറയുന്നതാണോ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുക. അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാലും ഫോർഗീവ് ചെയ്യുക. ഫോർഗീവ്നെസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ക്രിസ്തീയ നന്മയിൽ ക്രിസ്ത്യൻ ഗുഡ്നെസ് ഇൻ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഫോർഗീവ്നെസ് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ആൻറ്റി ഇവിടെ നിന്നുകൊണ്ട് ഇത്രയോ കാര്യങ്ങളൊക്കെ പറയുന്നു, കുറ്റം പറയരുത്, വിധിക്കരുത്, ഇതൊക്കെ പറയുന്നു. എന്തിനായിരിക്കും? we are going to achieve what we are going to achieve as a Christian after living like a good life or a lot of love and kindness. ഇതെല്ലാം നമുക്ക് വേണം. നമുക്ക് എന്താണ് ഉടനെ ആൻസർ ഒരു എറ്റേണൽ ലൈഫ് അല്ലേ? എറ്റേണൽ ലൈഫാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷേ ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു ചിൽഡ്രൻ എസ്പെഷ്യലി, ക്രിസ്ത്യൻസ് നെവർ ഡൈ. നമ്മൾ ഒരിക്കലും മരിക്കില്ല, ഒരു നാളും നമ്മൾ മരിക്കില്ല. അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ മുമ്പിൽ നമ്മളെ ജനിപ്പിച്ച അന്ന് മുതൽ നമ്മൾ കർത്താവിൻ്റെയാണ്. നമ്മൾ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ. യു ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ക്രൈസ്റ്റ്. യു വിൽ നെവർ ഡൈ. നമ്മൾ ഫിസിക് നമ്മുടെ ഫെയിഡായി പോകുമായിരിക്കും, നമ്മുടെ ഫിസിക്കൽ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് പോയിരിക്കും. നമ്മുടെ ഈ ഇത് ഡിസ്ട്രോയ് ചെയ്ത് പോയാൽ എളുപ്പമാണ്. ഈ ഒരു ബോഡിക്കേ ഉള്ളൂ വിശപ്പ്, ഈ ഒരു ബോഡിക്ക് അത്യാഗ്രഹമുള്ളൂ, ഈ ഒരു ബോഡിക്ക് ജലസുള്ളൂ. ഇത് ഡിസ്ട്രോയ് ചെയ്ത് ഇത് ഫെയിഡായി പോകുന്നതാണ് ഈസി ലൈഫ്. പിന്നെ നമ്മൾ കർത്താവിൽ മറിഞ്ഞിരിക്കുക, കർത്താവിനോട് കൂടുതലുള്ള ഒരു ജീവിതമാണ്. അപ്പം നമ്മൾ എപ്പോഴും ജീവിച്ചിരിക്കുക. We always live. It's very hard to understand. Sometimes, especially children, it's very hard to understand. But the reality is, Christians never die. We are always living with God. അപ്പോൾ അത് കാരണം
നമുക്ക് എന്താ പറയണ്ടേ, എപ്പോഴും ജീവിതമുണ്ട്. കർത്താവിലൂടെ എപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുന്നത്. അപ്പം നമ്മൾ നല്ലവരായിട്ട് ജീവിക്കുന്ന നല്ല നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അവിടെ ചെന്നിട്ട് കർത്താവിലൂടെ ചെല്ലുമ്പോഴത്തേക്കിന് വലിയൊരു ഷീറ്റുണ്ട്, അതിനകത്ത് മാർക്കിട്ടിട്ടുണ്ട്. 10 out of 10 കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ജീവിച്ചാലും കർത്താവ് നമ്മളെ സ്നേഹിക്കും. പക്ഷേ ഏറ്റവും നന്മയുള്ളവരായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ ആത്മശോധന ചെയ്ത് കർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു ലൈഫിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ഉണ്ടാക്കുക. നമ്മൾ ഈ ലൈഫിൽ വെച്ചിട്ട് ഇരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വി ആർ ഗെറ്റിംഗ് പ്യൂരിഫൈഡ് അവർ സെൽഫ്. പിന്നെ സ്ട്രോങ് ആയിട്ട് കർത്താവുമായിട്ട് നല്ല ബോണ്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നന്മയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഇത് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്കറിയാം ഇവിടെ പണ്ഡിതകളും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ആത്മാവ് എനിക്ക് തോന്നിച്ചു തന്ന ഒരു അർത്ഥം ഇവിടെ പറഞ്ഞേച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ കർത്താവ് വിശന്നപ്പോൾ ഇലയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. വല്ലതും കിട്ടുമെന്ന് കരുതി അരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. അത്തിവൃക്ഷത്തിൻ്റെ സീസൺ അല്ലായിരുന്നു, കാലമല്ലാഞ്ഞിട്ടും കർത്താവ് ആ അത്തിവൃക്ഷത്തെ ശപിച്ചു. അപ്പോൾ കർത്താവിന് എന്നെ വിശന്നിട്ട് ഭ്രാന്തെടുത്തു. ചുമ്മാ നടന്നു പോയപ്പോൾ അത്തിവൃക്ഷത്തിന് ഈ സമയമല്ലെന്ന് അറിഞ്ഞിട്ടും ശപിക്കാൻ. 40 ദിവസം ഉപവാസം എടുത്ത ആളാണ്. ഇപ്പോൾ ഇവിടെ ശപിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ? അപ്പം ഞാനിങ്ങനെ ആത്മാവിനോട് അതെന്തായിരിക്കും കർത്താവ് അങ്ങനെ ശപിക്കുന്നു എന്നൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കർത്താവ് സ്നേഹമാണല്ലോ അല്ലേ? പക്ഷേ ഈ അത്തിവൃക്ഷം നമ്മൾ ഓരോരുത്തരുമാണെന്ന് പിന്നീടാണിത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കർത്താവ് മേളിൽ നോക്കുമ്പോൾ, അതായത് ബേർഡ്സ് വ്യൂവിൽ മേളിൽ നോക്കുമ്പോൾ അവിടെ ജിംസി പോകുന്നു റാസായിക്ക് മുമ്പിൽ ചുമല മുത്തിക്കുടയായിട്ട് വെരി ഗുഡ്, അത് നല്ല ഇലയുണ്ട്, അടിപൊളി. ആണ്ടെ പിന്നെ ബേർഡ്സ് വ്യൂവിൽ നോക്കുമ്പോൾ അവിടെ മുമ്പിൽ തന്നെ മുട്ടും. അച്ഛൻ 20 കുത്താൻ പറഞ്ഞാൽ അവൾ 30 കുത്തുന്നു. അടിപൊളി, അവൾ നല്ല ഇലയുള്ള അത്തിവൃക്ഷം തന്നെ. പക്ഷേ കർത്താവ് നമ്മുടെ ആത്മത്തിനെ ശോധന ചെയ്യും. കർത്താവ് അടുത്തേക്ക് വരും. ഇതൊക്കെ കണ്ടിട്ട് കർത്താവ് അടുത്തടുത്ത് വരും. മോളെ, ഞാൻ നിന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നിന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, അവരോടൊന്ന് പോയി ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മോളെ നിന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും പേര് മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട് രോഗമായിട്ട്, അവരെ പോയി ഒന്ന് കാണാൻ നിന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ പൊന്ന് കർത്താവേ, ലീവ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, വെറുതെ. ഇപ്പം നീയല്ലേ ആ റാസായിക്ക് മുമ്പിൽ മാതും പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടേ, നിനക്കൊരു ഫലവും ഇല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫലവും നിനക്കില്ല എന്ന് ചോദിച്ച് കർത്താവ് പിന്മാറാൻ ഇടവരരുത്. നമ്മൾ സീസണൽ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാവരുതെന്ന് അതിൻ്റെ അർത്ഥം. വി ഷുഡ് ബി എക്സ്ട്രാ ഓർഡിനറി. നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. ഓൾ ടൈം എല്ലാ സീസണിലും ഫ്രൂട്ടിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം അതായത് നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ, നമ്മുടെ പ്രയാസം വരുമ്പോൾ, നമുക്ക് എന്താ പറയുക, ഒരുത്തനെ വഴിയിൽ വല്ലാതെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഏതാ? ഒരു സ്നേഹിതനെ സ്നേഹിക്കാൻ. നിന്നെ സ്നേഹിക്കുന്നവനെ ആരും വേണേലും സ്നേഹിക്കും അല്ലേ? നിന്നെ സ്നേഹിക്കുന്നവനെ നീ തിരിച്ച് സ്നേഹിക്കും. എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. നിന്നെ 10 ദിവസം വീട്ടിൽ വിളിച്ച് ഡിന്നർ തരുന്ന ആൾക്ക് നീ 2 പ്രാവശ്യമെങ്കിലും തിരിച്ച് ഡിന്നർ കൊടുത്തിരിക്കും. നമ്മുടെ കേർട്ടസിയുടെ ഭാഗം അതല്ലേ? അപ്പം ഇതൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നീ കേൾക്കുന്നു, നിന്നെക്കുറിച്ച് കോൺസ്റ്റൻ്റ്ലി അവർ സംസാരിക്കുന്നുണ്ട്, ബിഹൈൻഡ് ദ സീനിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പോട്ടെ, അവരുടെ വിവരമില്ലായ്മ, അവരെ പോലെ ഞാൻ താഴരുതല്ലോ, ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? പിന്നെ നിന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് എന്താ പറയുന്നത്, വിഷമത്തിൽ, നമ്മുടെ മദർ തെരേസയെ പോലെ നമുക്ക് ആകാൻ പറ്റില്ല. എന്നാൽ പോലും നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെക്കാളും കൂടുതൽ രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ നാട്ടിലുണ്ട്. നമുക്ക് 4 ആഴ്ച അവധി കിട്ടുന്നതിനകത്ത് ഒരു 3-4-5 ദിവസം നമ്മൾ രോഗികളെ പോയി പരിചരിക്കാനൊക്കെ പറ്റുമോ? കംഫർട്ട് സോണിന് പുറത്താണ്. അഴുക്ക് പറ്റും, കയ്യിലൊക്കെ അഴുക്കൊക്കെ പറ്റും, ചെളി പറ്റും, മണമുള്ള രോഗികളുണ്ടായിരിക്കും. പൈസയ്ക്ക് വേണ്ടിയല്ല, വെറുതെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വന്ന് ഏറ്റവും മുമ്പിലിരുന്ന് ഞാനാണ് ഏറ്റവും നല്ല ആളെന്ന് കാണിക്കുന്നതിലല്ല കർത്താവ് സ്നേഹിക്കുന്നത്. അത് കർത്താവ് നമുക്ക് നല്ല ഇലയുണ്ട്, ഏറ്റവും നല്ല മുത്തുകൂടെ ഏറ്റവും വർണ്ണമുള്ള കാര്യങ്ങൾ പിടിച്ചാൽ പള്ളി വരുന്നത്. പക്ഷേ കർത്താവ് അടുത്തേക്ക് വരുമ്പോൾ ഒരു ഫലവും കാണരുത് എന്ന് പറഞ്ഞിട്ട് പോകാനിട വരരുത്. പക്ഷേ ഇത് എന്താ പറയുക, അഡൽസിനോട് ഇതിനെക്കുറിച്ചൊന്നും ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യം ഇവിടെ നമ്മുടെ കുട്ടികൾക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ പള്ളി ഉള്ളിടത്തോളം കാലം പിന്നെ നമ്മൾ കുറച്ച് പൈസയും മുടക്കിയിട്ടുണ്ടല്ലോ, ഇവിടെ വരാതിരിക്കത്തില്ല. എന്തായാലും നമ്മൾ വടികുത്തി പിടിച്ചാണെങ്കിൽ ഇവിടെ വരും. കാരണം എൻ്റെയും കൂടെ പള്ളിയാണെന്നുള്ള അധികാരം ഇവിടെ വന്ന് പറയുകയും ചെയ്യണമല്ലോ. പക്ഷെ നമ്മുടെ പിള്ളേരെ ഇവിടെ കൊണ്ടുവരാനുള്ള മാർഗ്ഗം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവർ വിട്ടുപോകരുത്. ഇവർ സ്കൂളിൽ ഗോത്രൂ ചെയ്യുന്നത് എന്താണെന്ന് കുറേയേറെ പേരൻസിനൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ മലയാളികൾക്കൊരു ചിന്തയുണ്ടേ, നമുക്ക് വലിയവർക്ക് മാത്രം മനസ്സുള്ളൂ, നമുക്ക് വലിയവർക്ക് മാത്രമേ വേദനിക്കുകയുള്ളൂ, മാനസികമായ വേദന വലിയവർക്കേ വരുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം
ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കണ്ട് 10 months ഓൾഡ് ഒരു ചൈൽഡിനെ അബ്യൂസ് ചെയ്ത് അമ്മ ഒത്തിരി അടിച്ചിട്ട് കൊണ്ടുവന്ന് അവിടെ കിടത്തിയിരിക്കുക. കൊച്ചിന് മെൻ്റൽ ഹെൽത്തിന് റെഫർ ചെയ്തിരിക്കുന്നത്. 10 months എന്തൊരു എന്ത് മെൻ്റൽ അതിനുള്ള എന്നെ റെഫർ ചെയ്തവർക്കായിരിക്കും മെൻ്റലെന്ന് നമ്മൾ ഓർക്കും. എല്ലാവർക്കും മനസ്സുണ്ട്, എല്ലാവർക്കും സോളുണ്ട്. ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞാണേലും ഓരോരോ സോളുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വരണമെങ്കിൽ രാവിലെ എല്ലാവരും അലാം അടിക്കും, 5-ന് അലാം അടിക്കും, 6-ന് അലാം അടിക്കും, 7-ന് അലാം അടിക്കും. ധൃതി പിടിച്ച് എല്ലാവരും ഓട്ടമാണ്. ഓരോരുത്തരുടെ രീതിയിൽ പോയി മുട്ടുകുത്തുന്നു, ബൈബിൾ വായിക്കുന്നു, ഓടുന്നു. വൈകുന്നേരം എങ്കിലും 15 minute എങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കൾച്ചർ എന്താണെന്ന് അവരറിയണം. നമ്മൾ ആരാണെന്ന് അവരറിയണം. നമ്മൾ കേരളത്തിൽ നിന്നുള്ളവരാ, നമ്മൾ പറയുന്ന മലയാളമാണ്. ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജൊക്കെ തന്നെയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് അയർലൻഡിൽ പോയ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞ ഫസ്റ്റ് ടീച്ച് യുവർ ലാംഗ്വേജ് ആൻഡ് യുവർ കൾച്ചർ, ദെൻ ടീച്ച് ദം ഇംഗ്ലീഷ്. അതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എങ്ങനെയാ കഷ്ടപ്പാടിൽ കൂടെ കടന്നു വന്നേ. ചില ആൾക്കാർ ചിലപ്പം ജനിക്കുമ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടായിട്ട് ജനിച്ചവർ ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ അവരെക്കുറിച്ചെല്ലാം അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിന് പോയ ബുദ്ധിമുട്ടെങ്കിലും ഇല്ലേ. നമ്മളെങ്ങനെയായിരുന്നു, നമ്മൾ ആരായിരുന്നു, നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മൾ എങ്ങനെ ഈ രാജ്യത്ത് വന്നു, നമ്മുടെ മക്കൾ ഇത് അറിഞ്ഞിരിക്കണം. അവർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമ്മുടെ എല്ലാവരുടെയും പേരൻസിന് ഒരു 50 തൊട്ട് 80 വയസ്സൊക്കെ വരെ പ്രായമുള്ള പേരൻസ് അല്ലേ. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അവരെ എല്ലാം ഈ കഷ്ടപ്പാടിൻ്റെ സമയത്ത് നാട്ടിലിട്ടേച്ച് ബെറ്റർ ലൈഫിന് നമ്മളിവിടെ വന്ന് കിടക്കുന്നു. നാളെ നമ്മളെ ഏജ് കെയർ സെൻറ്റർ കൊണ്ട് വിട്ടാൽ എല്ലാം അതിശയിക്കാനുണ്ടോ? നമ്മളെ ഇവർ കൊണ്ട് വിടും. കാരണം നമ്മളതല്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നു. നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ കൂടുതലായിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്, വെട്ടിപ്പിടിക്കാൻ വന്നതല്ല. ലോകത്തിൻ്റെ കഥ അറിയാമല്ലോ അല്ലേ. ഒത്തിരി വെട്ടിപ്പിടിച്ച് പോയ ആൾക്കാരുടെ കഥകളൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വെട്ടിപ്പിടിക്കാൻ വന്നതല്ല, നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിട്ട് ഞങ്ങളുടെ പേരൻസിനെ ഇട്ടിട്ട് പോകുന്നത്. അതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ്. അപ്പം കുട്ടികളുടെ കൂടെ ഇരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണം. അവർ സ്കൂളിൽ എന്താ ഗോത്രൂ ചെയ്തതെന്ന് മനസ്സിലാക്കണം. വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, നല്ലൊരു ഹ്യൂമൻ ബീങ് ആകാൻ വേണ്ടി ആദ്യം അവർ വീട്ടിൽ പഠിപ്പിക്കണം. നിങ്ങളുടെ സംസാരം നമ്മൾ 10 മനുഷ്യരെ കുറിച്ച് വീട്ടിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ പിള്ളേർ ഓഫ്കോഴ്സ് അത് കേട്ട് പഠിച്ചിരിക്കും. നാളെ അവരതുപോലുള്ള പക്ഷേ ഒരു നല്ല കാര്യം, ഞാനിപ്പോൾ ഇയർ 9 ആണല്ലോ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ പിള്ളേർക്ക് ഈ ജനറേഷൻ അത്ര പരദൂഷണമൊന്നുമില്ല കേട്ടോ, അവർക്ക് കുറവാണ്. നമ്മളെപ്പോലത്തെ അത്ര പരദൂഷണം പറഞ്ഞ പിള്ളേരല്ല. അങ്ങനെ പറയുന്ന കേട്ടാൽ അവരില്ല എന്ന് നിർത്താനാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ പറയുക, ഞാൻ എൻ്റെ പിള്ളേരോട് പലതവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ 25 തവണ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് പോയിട്ട് തുന്നി തയ്ച്ച ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയ കഥ. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഒരു പച്ച പ്ലാസ്റ്റിക് തത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കഥ കേട്ട് എന്നും ഞങ്ങൾ കേൾക്കും ആ കഥ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ ഒരു കോൺവെർസേഷൻ, ഇവരുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടു. എൻ്റെ മക്കൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കണ്ടേ. ഒരാളോട് ചോദിക്കുക, നമുക്കൊരു സാധനം വാങ്ങിക്കാം, ഇസ് ഇറ്റ് ടു എക്സ്പെൻസീവ്? അന്നേരം മറ്റേ ആൾ ചോദിക്കുക, ഐ യു നോട്ട് റിമെമ്പറിങ് മമ്മിയുടെ ചെരുപ്പ് കുത്തിയ കഥയും പച്ചത്തത്തയും നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതെന്ന് അറിയില്ലേ നിനക്ക് എന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അതുകൊണ്ട് കൊച്ചുങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ വളർത്താനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവർ ബുദ്ധിമുട്ടറിഞ്ഞ് വേണം വളരാൻ. നമ്മളൊക്കെ ബുദ്ധിമുട്ടറിഞ്ഞ് വളർന്നവർ തന്നെയാണ്. ബുദ്ധിമുട്ടറിഞ്ഞ് വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളരാൻ. അതുപോലെ നല്ല മനുഷ്യനായിട്ട് വീടുകളിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സൽഗുണപൂർണ്ണരായിട്ടുള്ള റിഫ്ലക്ഷനായിട്ട് നമ്മുടെ മക്കളും വളരാൻ അത് നമ്മളെ സഹായിക്കും. നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരും അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായും ഉയർത്തെഴുന്നേറ്റു. താങ്ക് യു.